പ്രാക്ടിക്കൽ യൂസേജ് ഓഫ് കുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോർ ഫുട്ബോളേഴ്സ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഈ കുഡ് ഹാവ് എന്നുള്ളത് എങ്ങനെയാണ് ഫുട്ബോൾ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇതിന് കണക്റ്റഡ് സ്പീച്ചിൽ വ്യത്യസ്തമായ ഒരു പ്രൊണൗൺസിയേഷനാണ് ഉള്ളത്. ഒക്കെ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. കുജുഫ് എന്നാണ് പറയാം. കുഡ് ഹാവ് എന്നല്ല കണക്റ്റഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ. അത് കണക്റ്റഡ് സ്പീച്ചിൽ ഒരുപാട് മാറ്റങ്ങൾ, വേർഡ് ജംഗ്ഷന്, ഒരുപാട് സൗണ്ട് ട്രാൻസിഷൻ എല്ലാം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നേറ്റീവ് സ്പീക്കേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കുജുഫ് എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, കുജുഫ് അതായത് മലയാളത്തിൽ ഡി എന്നുള്ളതിന് സമാനമായിട്ടൊരു പദമില്ല. നമ്മൾ എഡ്യൂക്കേഷൻ എന്നാണല്ലോ പറയുക. അപ്പോൾ ഒരു ഡ എന്നുള്ള മലയാള ശബ്ദത്തിൽ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്, എന്നാൽ ജയിലേക്ക് എത്തിയിട്ടുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ, അവൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡ ശബ്ദം വരുന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിക് ഇതാണ്, പ്രാക്ടിക്കൽ യൂസേജ് ഓഫ് കുജുഫ് ഫോർ ഫുട്ബോളേഴ്സ്. ആദ്യം നമുക്കതിൻ്റെ ഒരു ഇൻട്രോ നോക്കാം. ദ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് കുജുഫ് ഓർ കുഡ് ഹാവ്. കണക്റ്റഡ് സ്പീച്ചിൽ പറയുമ്പോൾ നമ്മൾ കുജുഫ് എന്ന് പറയുന്നു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞാൽ എന്താണെന്ന് അറിയുമ്പോൾ ഒരു വെർബിൻ്റെ നാലാമത്തെ രൂപം. അതായത് V1, V2, V3 എന്നിങ്ങനെ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ സംബന്ധിച്ച് മൂന്നാമത്തെ രൂപത്തിനെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. റൈറ്റ്, റോട്ട്, റിട്ടൺ. അങ്ങനെ ചില വിദ്യാർത്ഥികൾ അങ്ങനെയാണ് പഠിക്കുന്നത്, ചില അധ്യാപകരെല്ലാം അങ്ങനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിച്ച ആളുകളെ സംബന്ധിച്ച് അത് മൂന്നാമത്തെ രൂപം, റിട്ടൺ എന്നുള്ള രൂപം. റിയലായിട്ട് 5 രൂപങ്ങളാണ് ഇംഗ്ലീഷിൽ: റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ ആൻഡ് റൈറ്റിംഗ്. അങ്ങനെ പഠിച്ച ആളുകളെ സംബന്ധിച്ച് നാലാമത്തെ രൂപമാണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് is highly versatile and often used in football context to express possibility. Okay, സാധ്യത, മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച്, ആൻഡ് പൊട്ടൻഷ്യൽ ഔട്ട്കം, പൊട്ടൻഷ്യലായിട്ടുള്ള അതിൻ്റെ ഒരു ഔട്ട്കം എന്തൊക്കെയാണ് എന്നൊക്കെ പറയാം. ഇവൻ ക്രിറ്റിസിസം അബൌട്ട് പാസ്റ്റ് ഇവൻ, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കുഡ് ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ ഗ്രാമാറ്റിക്കലായിട്ടുള്ള സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മോഡൽ ഓക്സിലറി വെർബ് കുഡ്. ഇത് നമ്മൾ എബിലിറ്റി ആൻഡ് പോസിബിലിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പെർഫെക്റ്റ് ഓക്സിലറി ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നു. അതിനുശേഷം നമ്മൾ തേർഡ് ഫോം അല്ലെങ്കിൽ ഫോർത്ത് ഫോം ആണ് ഉപയോഗിക്കുന്നത്. സ്കോർഡ്, സേവ്ഡ്, പാസ്റ്റ് പോലെയുള്ള വാക്കുകൾ. അതിൻ്റെ ഫോം വരുന്നത് ആദ്യം സബ്ജക്റ്റ്, പിന്നെ കുഡ് ആൻഡ് അല്ലെങ്കിൽ കുഡിൻറ്റ്, ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി അതിൻ്റെ യൂസേജ് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിൻ്റെ അർത്ഥം വരുന്നത് ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ ചെയ്തില്ല. കഴിവുണ്ടായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയാത്ത സംഗതികളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഫങ്ഷൻ എക്സ്പ്രസിങ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. ഫുട്ബോൾ കോണ്ടെക്സ്റ്റിൽ നമുക്ക് നഷ്ടപ്പെട്ടൊരു അവസരത്തെക്കുറിച്ച് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, കുഡ് ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ യൂസേജസ് ഇൻ ഫുട്ബോൾ. ഇറ്റ് റിഫ്ലക്ട് റിഗ്രറ്റ് ഓർ ഇൻസൈറ്റ്സ് അബൌട്ട് വാട്ട് എ പ്ലെയർ ഓർ ടീം വാസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ബട്ട് ഡിഡിൻറ്റ് അച്ചീവ്. ഓക്കെ, ഒരു ടീമിന് അങ്ങനെ ചെയ്യാൻ കഴിവുണ്ടായിട്ടും അവർ ചെയ്തില്ല എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഉദാഹരണം നോക്കൂ, ഹി കുഡ് സ്കോർ ഇഫ് ഹി ഹാഡ് ടൈംഡ് ഹിസ് ഷോട്ട് ബെറ്റർ. നന്നായി ടൈം എടുത്തിട്ട് ആ ഷോട്ട് ബെറ്ററായി ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. ഹി ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ബട്ട് ഹി മിസ്ഡ്. അതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഹി കുഡ് സ്കോർഡ്, അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ ചെയ്തില്ല. അടുത്തൊരു ഉദാഹരണം നോക്കൂ, ദേ കുഡ് ഹാവ് വൺ ദ മാച്ച് ഇഫ് ദ ഹാഡ് ഡിഫെൻഡഡ് ബെറ്റർ. നന്നായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ മാച്ച് വിജയിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇവിടെ കുഡ് ഹാവ് വൺ എന്ന് പറഞ്ഞാൽ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നർത്ഥം വരുന്നു. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. He could have scored a hat-trick if he had been more clinically in front of the goal. ഓക്കെ, ഗോൾ പോസ്റ്റിന് മുന്നിൽ വളരെ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഹാട്രിക് അടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ക്ലിനിക്കലി അത് ചെയ്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നർത്ഥം. ഹി കുഡ് ഹാവ് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നർത്ഥം. ഓക്കെ, ഹി ഹാഡ് എ ചാൻസസ് ബട്ട് ഡിഡിൻറ്റ് കൺവേർട്ട് ദം. ഒരുപാട് അവസരങ്ങൾ കിട്ടി പക്ഷേ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നർത്ഥം വരുന്നു. അടുത്തൊരു ഉദാഹരണം നോക്കൂ, ദേ കുഡ് ഹാവ് വൺ ദ ലീഗ് ഇഫ് ദ ഹാഡ് ബീൻ മോർ കൺസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ സീസൺ. ആ സീസണിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ദേ കുഡ് ഹാവ് വൺ ദ ലീഗ്, ആ ലീഗ് അവർക്ക് വിൻ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇവിടെ കുഡ് ഹാവ് വൺ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുമായിരുന്നു, അവർക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ വിജയിച്ചില്ല എന്നർത്ഥം. ഓക്കെ, വിന്നിങ് വാസ് പോസിബിൾ. ജയിക്കുക എന്നുള്ളത്, ലീഗ് എടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പോസിബിൾ ആയിരുന്നു. ബട്ട് ഇൻകൺസിസ്റ്റൻസി കോസ്റ്റ്.
അവർക്ക് അവരുടെ കൺസിസ്റ്റൻസി ഇല്ലായ്മ അവരെ എന്ത് ചെയ്തു, ബുദ്ധിമുട്ടിച്ചു എന്നർത്ഥം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇഫ് ദ ഗോൾ കീപ്പർ ഹാഡ് റിയാക്റ്റഡ് ഫാസ്റ്റർ, ഗോൾ കീപ്പർ ഫാസ്റ്ററായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഹി കുഡ് ഹാവ് സേവ്ഡ് ദാറ്റ് പെനാൾട്ടി, ആ പെനാൾട്ടി സേവ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ കുഡ് ഹാവ് സേവ്ഡ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. ഓക്കെ, ദ സേവ് വാസ് പോസിബിൾ. ഓക്കെ, സേവ് പോസിബിൾ ആയിരുന്നു, ബട്ട് ഹി ഡിഡിൻ റിയാക്ട് ക്വിക്ക്ലി ഇനഫ്. വേണ്ടത്ര വേഗതയിൽ അവൻ എന്ത് ചെയ്തില്ല, ഗോൾ കീപ്പർ റിയാക്ട് ചെയ്തില്ല, അതുകൊണ്ട് അത് മിസ്സായി എന്നർത്ഥം. വി കുഡ് ഹാവ് ഈക്വലൈസ്ഡ് ഇൻ ദ ലാസ്റ്റ് മിനിറ്റ് ഇഫ് അവർ സ്ട്രൈക്കർ ഹാഡ് കെപ്റ്റ് ഹിസ് കമ്പോഷർ. അവരുടെ ആ കമ്പോഷർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സ്ട്രൈക്കർക്ക് അവസാനത്തെ മിനിറ്റിൽ ഒരു ഈക്വലൈസിങ് ഗോൾ ചെയ്യാൻ കഴിയുമായിരുന്നു. വി കുഡ് ഹാവ് ഈക്വലൈസ്, നമ്മൾക്ക് ഈക്വലൈസ് ചെയ്യാൻ പാടില്ല, സമനില പിടിക്കാനുമായിരുന്നു. ഓക്കെ, പക്ഷേ അത് ആ ലാസ്റ്റ് മിനിറ്റ് ചാൻസ് മിസ്സായി എന്നർത്ഥം. ഓക്കെ, അറ്റ് ലാസ്റ്റ് മിനിറ്റ് ഈക്വലൈസർ വാസ് പോസിബിൾ ബട്ട് നെർവ്സ് ഗോട്ട് ഇൻ ദ വേ. ഓക്കെ, എന്തോ കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നർത്ഥം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇഫ് യു ഹാഡ് പാസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഷൂട്ടിംഗ്, ആ ഷൂട്ടിങ്ങിന് പകരം പാസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദേ കുഡ് ഹാവ് സ്കോർഡ് ആൻ ഈസി ഗോൾ, ഒരു ഈസി ഗോൾ എന്ത് ചെയ്യാമായിരുന്നു, സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. അത് എന്ത് ചെയ്തു, ഷൂട്ട് ചെയ്യുന്നതിന് പകരം പാസ് ചെയ്യുന്നതിന് പകരം ഷൂട്ട് ചെയ്തു എന്നർത്ഥം. എ ബെറ്റർ ഡിസിഷൻ വുഡ് ഹാവ് ലെഡ് ടു ദ ഗോൾ, ഒരു നല്ലൊരു ഡിസിഷൻ അവിടെ എടുക്കുകയായിരുന്നെങ്കിൽ അത് ഗോളായേനെ എന്നുള്ള അർത്ഥത്തിൽ. അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹൈലൈറ്റിംഗ് പൊട്ടൻഷ്യൽ ഇൻ പാസ്റ്റ് സിറ്റുവേഷൻ. ഓക്കെ, കഴിഞ്ഞു പോയ സിറ്റുവേഷനിലെ ആ പൊട്ടൻഷ്യാലിറ്റി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് യൂസ് ടു ഡിസ്ക്രൈബ് വാട്ട് മൈറ്റ് ഹാവ് ബീൻ പോസിബിൾ, എന്തായിരുന്നു പോസിബിൾ ആവാൻ കഴിഞ്ഞിരുന്നൊരു കാര്യം അണ്ടർ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് ഓർ വിത്ത് ബെറ്റർ ഡിസിഷൻ. ഒരു വ്യത്യസ്തമായ തീരുമാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൊണ്ടോ നമുക്ക് സാധ്യമാക്കാൻ കഴിയുമായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണം നോക്കൂ. ദ ഗോൾ കീപ്പർ കുഡ് ഹാവ് സേവ്ഡ് ദാറ്റ് പെനാൾട്ടി ഇഫ് ഹി ഹാഡ് ഡൈവ്ഡ് ഏർലിയർ. മുന്നേ തന്നെ ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഗോൾ കീപ്പർക്ക് അത് സേവ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ കുഡ് ഹാവ് സേവ്ഡ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നർത്ഥം. ഇറ്റ് വാസ് വിത്തിൻ ഹിസ് ക്യാപ്പബിലിറ്റി ടു സ്റ്റോപ്പ് ദ ബോൾ. അദ്ദേഹത്തിൻ്റെ ആ കപ്പാസിറ്റിയിൽ പെട്ടതായിരുന്നു, പക്ഷേ അത് ഏർലി ഒരു ഡൈവിങ് അവിടെ നടന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. ദ ടീം കുഡ് ഹാവ് ഈക്വലൈസ്ഡ് ഇഫ് ദ ഹാഡ് പുഷ്ഡ് ഹാർഡർ ഇൻ ദ ലാസ്റ്റ് 10 minutes. അവസാനത്തെ 10 മിനിറ്റിൽ നന്നായി പുഷ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ടീമിന് സമനില പിടിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇവിടെ കുഡ് ഹാവ് ഈക്വലൈസ്ഡ് എന്നാൽ സമനില പിടിക്കാൻ കഴിയുമായിരുന്നു അർത്ഥം. ദ ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു ടൈ ദ ഗെയിം ഉണ്ടായിരുന്നു, പക്ഷേ ആ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ടീമിന് സമനില പിടിക്കാനുള്ള. പക്ഷേ അവർ ആ അവസാനത്തെ നിമിഷത്തിൽ എന്ത് ചെയ്തില്ല, ആ പൊട്ടൻഷ്യൽ അവർ ഉപയോഗിച്ചില്ല. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ദ സ്ട്രൈക്കർ കുഡ് ഹാവ് സ്കോർഡ് മോർ ഗോൾസ് ഇഫ് ഹി ഹാഡ് ബീൻ ഷാർപ്പർ ഇൻ ഫ്രണ്ട് ഓഫ് ദ നെറ്റ്. നെറ്റിൻ്റെ മുമ്പ്, ഗോൾ വരയ്ക്ക് മുമ്പ് അവർ ഷാർപ്പറായിട്ട് ആയിരുന്നെങ്കിൽ ദ സ്ട്രൈക്കർ കുഡ് ഹാവ് സ്കോർഡ് മോർ ഗോൾസ്, കൂടുതൽ ഗോളുകൾ അവർക്ക് അടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതത്ര ഷാർപ്പർ ആയിരുന്നില്ല, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മിസ്സായി. ഹി ഹാഡ് ദ എബിലിറ്റി, അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു, ബട്ട് ഹി മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, ആ അവസരങ്ങളെല്ലാം തുലച്ചു എന്നർത്ഥം. ഇഫ് ദ ഡിഫൻഡേഴ്സ് ഹാഡ് കമ്മ്യൂണിക്കേറ്റഡ് ബെറ്റർ, ഡിഫൻഡേഴ്സ് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദേ കുഡ് ഹാവ് പ്രിവെൻറ്റഡ് ദാറ്റ് ഗോൾ. ഓക്കെ, ആ ഗോൾ അവർക്ക് തടയാൻ കഴിയുമായിരുന്നു. കുഡ് ഹാവ് പ്രിവെൻറ്റഡ്, ഓക്കെ, തടയാൻ കഴിയുമായിരുന്നു. പക്ഷേ അവർ നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും ആ ഗോൾ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, ബെറ്റർ ടീം വർക്ക് മൈറ്റ് ഹാവ് സ്റ്റോപ്പ്ഡ് ദ ഗെയിം. ഓക്കെ, അതാണ് അതുകൊണ്ട് അർത്ഥം ഉദ്ദേശിക്കുന്നത്. ദ മിഡ്ഫീൽഡർ കുഡ് ഹാവ് ക്രിയേറ്റഡ് മോർ ചാൻസസ് ഇഫ് ഹി ഹാഡ് പാസ്ഡ് ദ ബോൾ ക്വിക്കർ. പെട്ടെന്ന് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മിഡ്ഫീൽഡറിന് കൂടുതൽ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ബോൾ കയ്യിൽ വെച്ചിട്ട് തുലച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ കുഡ് ഹാവ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. ഹിസ് വിഷൻ ആൻഡ് പാസിംഗ് എബിലിറ്റി കുഡ് ഹാവ് ലെഡ് മോർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നു. അത് അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇഫ് ദ ഹാഡ് മെയ്ഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഏർലിയർ, സബ്സ്റ്റിറ്റ്യൂഷൻ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദേ കുഡ് ഹാവ് കൺട്രോൾ ദ മിഡ്ഫീൽഡ് ബെറ്റർ. ഓക്കെ, ആ മിഡ്ഫീൽഡ് വളരെ ബെറ്ററായിട്ട് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ കുഡ് ഹാവ് കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു, പക്ഷേ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തില്ല, അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നർത്ഥം. ഓക്കെ, ടാക്ടിക്കൽ ചേഞ്ചസ് മൈറ്റ് ഹാവ് ഇംപ്രൂവ് ദെയർ പ്ലേ. ആ ടാക്ടിക്കൽ ചേഞ്ചസ് ഉണ്ടായിരുന്നെങ്കിൽ ആ കളി ഇംപ്രൂവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ദ വിങ്ങർ കുഡ് ഹാവ് അസിസ്റ്റഡ് ദ വിന്നിങ് ഗോൾ ഇഫ് ഹി ഹാഡ് ക്രോസ്ഡ് ദ ബോൾ സൂണർ. പെട്ടെന്ന് ബോള് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദ വിങ്ങർക്ക് അസിസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. കുഡ് ഹാവ് അസിസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു.
വിന്നിങ് ഗോളിന് വേണ്ടിയിട്ട്. പക്ഷേ പെട്ടെന്ന് കൊടുത്തില്ല, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്നർത്ഥം. ഇനി നമുക്ക് അതിൻ്റെ അടുത്തൊരു യൂസേജ് നോക്കാം. സ്പെക്കുലേറ്റിംഗ് അബൌട്ട് ആൾട്ടർനേറ്റീവ് ഔട്ട്കംസ്. ഓക്കെ, നമ്മൾ ഒരു സംഗതി സ്പെക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിൻ്റെ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ട്. യൂസ് ടു ഇമേജിൻ ഹൗ ദ ഗെയിം മൈറ്റ് ഹവ് ടേൺഡ് ഔട്ട് ഇഫ് സംതിങ് ഡിഫറെൻറ്റ് ഹാഡ് ഹാപ്പൻ. വ്യത്യസ്തമായി വേറെ എന്തെങ്കിലുമാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഗെയിം എങ്ങനെ ആകുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. വി കുഡ് ഹാവ് ബീൻ ഇൻ ദ ഫൈനൽ ഇഫ് യു ഹാഡ് ഇൻ ലോസ് ദിസ് മാച്ച്. ഈ മാച്ച് നമുക്ക് തോറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഫൈനലിൽ എത്തിയേനെ. അപ്പോൾ കുഡുഫ് എത്താൻ കഴിയുമായിരുന്നു, ഫൈനലിൽ നമുക്ക് എത്താൻ കഴിയുമായിരുന്നു. വി കുഡുഫ് ബീൻ ഇൻ ദ ഫൈനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനലിൽ എത്താൻ കഴിയുമായിരുന്നു, പക്ഷേ നമ്മൾ തോറ്റു, അതുകൊണ്ട് എത്തിയില്ല എന്നർത്ഥം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ദ പാസ് കുഡ് ഹാവ് ക്രിയേറ്റഡ് എ ഗോൾ ഇഫ് ഇറ്റ് ഹാഡ് ബീൻ മോർ ആക്യുറേറ്റ്. ഓക്കെ, ആ പാസ് ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, കുറേയും കൂടി ആക്യുറേറ്റ് ആയിരുന്നെങ്കിൽ. അത് ആക്യുറേറ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ കുഡ് ഹാവ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. കുറച്ച് അധികം എക്സാമ്പിൾ ഈ ഗണത്തിൽ നമുക്ക് ഒന്ന് നോക്കാം. വി കുഡ് ഹാവ് വൺ ദ മാച്ച് ഇഫ് അവർ ഡിഫൻസ് ഹാഡ് സ്റ്റേഡ് മോർ ഓർഗനൈസ്. നമ്മുടെ ഡിഫൻസ് നന്നായി ഓർഗനൈസ് ചെയ്ത് നിൽക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ മാച്ച് വിജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നർത്ഥം. ഇഫ് ദ സ്ട്രൈക്കർ ഹാഡ് കെപ്റ്റ് ഹിസ് ഷോട്ട് ഓൺ ടാർഗറ്റ്. ആ സ്ട്രൈക്കർ ടാർഗറ്റിലേക്ക് ഷോട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ ഹി കുഡ് ഹാവ് സ്കോർ ദ ഈക്വലൈസർ. ഒരു സമനില ഗോൾ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ടാർഗറ്റിലെത്തിയില്ല, അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നർത്ഥം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. ദേ കുഡ് ഹാവ് റീച്ച്ഡ് ദ സെമി ഫൈനൽസ് ഇഫ് ദേ ഹാഡ് കൺവേർട്ടഡ് ദെയർ പെനാൽറ്റീസ്. ആ പെനാൽറ്റീസ് ഗോളാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർക്ക് സെമി ഫൈനലിൽ എത്താൻ കഴിയുമായിരുന്നു. കുഡ് ഹാവ് റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്താൻ കഴിയുമായിരുന്നു. ദേ കുഡ് ഹാവ് റീച്ച്ഡ്, അവർക്ക് എത്താൻ കഴിയുമായിരുന്നു, പക്ഷേ അത് അങ്ങനെ സംഭവിച്ചില്ല. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇഫ് അവർ ഗോൾ കീപ്പർ ഹാഡ് പൊസിഷൻ ഹിംസെൽഫ് ബെറ്റർ. നമ്മൾ ഗോൾ കീപ്പർ നല്ല പൊസിഷനിലാണ് സ്വയം നിന്നിരുന്നെങ്കിൽ ഹീ കുഡ് ഹാവ് സേവ്ഡ് ദാറ്റ് ഫ്രീ കിക്ക്. ആ ഫ്രീ കിക്ക് തടയാൻ കഴിയുമായിരുന്നു, പക്ഷേ പൊസിഷൻ മാറി, അതുകൊണ്ട് തടയാൻ പറ്റിയില്ല എന്നർത്ഥം. അടുത്ത എക്സാമ്പിൾ നോക്കാം. വി കുഡ് ഹാവ് ഫിനിഷ് ടോപ്പ് ഓഫ് ദ ലീഗ് ഇഫ് യു ഹാഡ് ഇൻ ഡ്രോപ്പ് പോയിൻറ്റ്സ് ഇൻ ഈസി ഗെയിംസ്. ഈസി ഗെയിംസിൽ നമ്മൾ പോയിൻ്റ് നഷ്ടപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ലീഗിൽ ടോപ്പായിട്ട് നിൽക്കാൻ കഴിയുമായിരുന്നു. വി കുഡ് ഫിനിഷ്ഡ്, ടോപ്പായിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. ഇനി അടുത്തത് വരുന്നത് ഓഫറിങ് ജെൻറ്റിൽ ക്രിറ്റിസിസം. നമ്മൾ വളരെ മാന്യമായിട്ട് കളിക്കാരെ അല്ലെങ്കിൽ ടീമിനെല്ലാം വിമർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഡുഫ് എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. ദിസ് സ്ട്രക്ചർ ഈസ് സോഫ്റ്റ് ദെൻ ഷുഡുഫ് ആൻഡ് ഈസ് ഓഫൻ യൂസ് ടു ക്രിറ്റിക് വിതൗട്ട് ബീങ് ടു ഹാർഷ്. കൂടുതൽ ഹാർഷ് ആവാതെ ഷുഡുഫ് എന്നുള്ളതിന് പകരം നമ്മൾ പറയുക കുഡുഫ് കുറച്ചുകൂടി അതിൽ മാന്യത ഉണ്ടായിരിക്കും, പൊളൈറ്റ്നെസ് ഉണ്ടായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഹി കുഡ് ഹാവ് പാസ് ദ ബോൾ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ സെൽഫിഷ് ഷൂട്ട്. ഒരു സെൽഫിഷ് ഷൂട്ടിന് പോകുന്നതിന് പകരം അവൻക്ക് പാസ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഹി കുഡ് ഹാവ് പാസ് ദ ബോൾ, അവർക്ക് ആ ബോൾ ചെയ്യാൻ കുഡ് ഹാവ് പാസ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ അവൻ സെൽഫിഷ് ആയിട്ടാണ് പോയതെന്നുള്ളത്. അത് ക്രിറ്റിസൈസിങ് എ ഡിസിഷൻ ഇൻസൈറ്റ്. ഓക്കെ, അപ്പോൾ ആ ഡിസിഷൻ ഒറ്റയ്ക്ക് പോയതിൻ്റെ ഡിസിഷനെ വളരെ മാന്യമായിട്ട് വിമർശിക്കാനാണ് കുഡുഫ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ദ ഡിഫൻസ് കുഡ് റിയാക്റ്റഡ് ഫാസ്റ്റർ ടു ക്ലോസ് ഡൗൺ ദ സ്ട്രൈക്കർ. ഓക്കെ, ആ ഡിഫൻസിന് ഫാസ്റ്ററായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. ടു ക്ലോസ് ഡൗൺ ദ സ്ട്രൈക്കറെ ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഡിഫൻസിന് റിയാക്ട് ചെയ്യാൻ ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. അപ്പോൾ ഒരു വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു വിമർശനമാണ്. കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഹി കുഡ് സ്ക്വയർഡ് ദ ബോൾ ടു ഹിസ് ടീംമേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് എ ഡിഫിക്കൽട്ട് ഷോട്ട്. ഓക്കെ, ആ ഡിഫിക്കൽട്ട് ഷോട്ട് എടുക്കുന്നതിന് പകരം ആ ടീമിന് കൊടുക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ അത് കൊടുത്തില്ല എന്നർത്ഥം. ഓക്കെ, സജസ്റ്റിംഗ് എ ബെറ്റർ പാസിംഗ് ഓപ്ഷൻ. അത് നമ്മൾ സജസ്റ്റ് ചെയ്യാണ് വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇതൊക്കെ ഒരു നമ്മൾ ലോക്ക് റൂം ഡിസ്കഷനിലെല്ലാം ആണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ദ ഗോൾ കീപ്പർ കുഡ് പൊസിഷൻ ഹിംസെൽഫ് ബെറ്റർ ടു സ്റ്റോപ്പ് ദാറ്റ് ലോങ് റേഞ്ച് ഷോട്ട്. ആ ലോങ് റേഞ്ച് ഷോട്ട് തടയാൻ വേണ്ടിയിട്ട് ഗോൾ കീപ്പർക്ക് നന്നായി പൊസിഷൻ ചെയ്ത് നിൽക്കാൻ പറ്റിയിരുന്നു, പക്ഷേ ചെയ്തില്ല. ദ ഗോൾ കീപ്പർ കുഡ് പൊസിഷൻഡ് ഹിംസെൽഫ് ബെറ്റർ. നല്ല പൊസിഷനിൽ നിൽക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ചെയ്തില്ല എന്നർത്ഥം. ഓക്കെ, പോയിൻറ്റിങ് ഔട്ട് എ പോസിബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ പൊസിഷനിങ്. അടുത്ത ഉദാഹരണം നോക്കാം. ദേ കുഡ് ഹാവ് ഡിഫെൻഡ് മോർ അഗ്രസീവ്ലി ഇൻ ദ ഫൈനൽ. ഓക്കെ, അവർ ഫൈനലിൽ കൂടുതൽ അഗ്രസീവായിട്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. ദേ കുഡ് ഹാവ് ഡിഫെൻഡ് മോർ അഗ്രസീവ്ലി ഇൻ ദ ഫൈനൽ മിനിറ്റ്സ് ടു പ്രിവെൻറ്റ് ദ ഗോൾ. ആ ഗോൾ തടയാൻ വേണ്ടിയിട്ട്
അവസാന മിനിറ്റുകളിൽ അവർക്ക് വളരെ അഗ്രസീവായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ല, വീണ്ടും സ്കോർ ചെയ്യാൻ ശ്രമിച്ചു, അത് ഒരു ഗോളായി എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ദ വിങ്ങർ കുഡ് ക്രോസ്ഡ് ഏർലിയർ. വിങ്ങർക്ക് മുന്നേ തന്നെ ക്രോസ് ചെയ്യാൻ കഴിയുമായിരുന്നു, ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ടു ലോങ്, കുറേ നേരം കാത്തു നിൽക്കുന്നതിന് പകരം. ഓക്കെ, വിങ്ങർ കുറച്ച് വെയിറ്റ് ചെയ്തു, ബോൾ മിസ്സായി എന്നർത്ഥം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇഫ് ദ മിഡ്ഫീൽഡർ ഹാഡ് ബീൻ മോർ അലർട്ട് ഹി കുഡ് ഹാവ് ഇൻ്റർസെപ്റ്റഡ് ദാറ്റ് പാസ്. മിഡ്ഫീൽഡർ കുറച്ചുകൂടി അലർട്ടായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ഹി കുഡ് ഹാവ് ഇൻ്റർസെപ്റ്റഡ്, അത് തടയാൻ കഴിയുമായിരുന്നു, ആ പാസ് തടയാൻ കഴിയുമായിരുന്നു. പക്ഷേ അലർട്ടായില്ല, അതുകൊണ്ട് പാസ് തടയാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അക്നോളജിങ് ലോസ് ചാൻസസ് ഡ്യൂ ടു അൺഫോർച്ചുനേറ്റ് സർക്കംസ്റ്റാൻസസ്. നിർഭാഗ്യം കൊണ്ട് നമുക്ക് മിസ്സായ അവസരങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ കൺവേ സിറ്റുവേഷൻ വേർ പ്ലെയേഴ്സ് ഓർ ടീംസ് വെർ അണേബിൾ ടു പെർഫോം ഡ്യൂ ടു ഫാക്ടർ ബിയോണ്ട് ദ കൺട്രോൾ. ഓക്കെ, നമുക്ക് നിയന്ത്രണാതീതമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. വി കുഡ് ഹാവ് പ്ലേഡ് ബെറ്റർ ഇഫ് ദ പിച്ച് കണ്ടീഷൻസ് ഹാഡ് ബീൻ ഗുഡ്. പിച്ച് കണ്ടീഷൻ നന്നായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായി കളിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കും, കുഡ് ഹാവ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ കളിക്കാൻ കഴിയുമായിരുന്നു. ഓക്കെ, ആ പിച്ച് കണ്ടീഷൻ മോശമാണ്, എക്സ്റ്റേണൽ ഫാക്ടറാണ്, അതുകൊണ്ട് നമുക്കതിന് കഴിഞ്ഞില്ല. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഹീ കുഡ് ഹാവ് ഫിനിഷ് ദ ഗെയിം ബട്ട് ഹിസ് ഇഞ്ചുറി സ്റ്റോപ്പ്ഡ് ഹിം. അവർക്ക് ഗെയിം ഫിനിഷ് ചെയ്യാൻ കഴിയുമായിരുന്നു, അതായത് മുഴുവൻ സമയം കളിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ഇഞ്ചുറി സ്റ്റോപ്പ്ഡ് ഹിം, ഫുള്ളായിട്ട് കളിക്കുന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ചു എന്നർത്ഥം. ഇനി കുറച്ച് ഒരു 5 ഉദാഹരണങ്ങൾ നോക്കാം. വി കുഡ് ഹാവ് വൺ ദ മാച്ച് ഇഫ് ദ റഫറി ഹാഡിൻറ്റ് മെയ്ഡ് ദാറ്റ് കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ. ആ കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ റഫറി എടുത്തിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് മാച്ച് വിജയിക്കാൻ കഴിയുമായിരുന്നു. ഓക്കെ, ബാഡ് റഫറിങ് കോൾ അഫക്റ്റഡ് ദ റിസൾട്ട് എന്നാണ്. ഇഫ് ദ വെദർ ഹാഡിൻ ബീൻ സോ ബാഡ്, കാലാവസ്ഥ അത്ര മോശമല്ലായിരുന്നെങ്കിൽ വി കുഡ് ഹാവ് പ്ലേഡ് അവർ യൂഷ്വൽ അറ്റാക്കിംഗ് ഗെയിം, നമുക്ക് നമ്മളെ സാധാരണ അറ്റാക്കിംഗ് ഗെയിം കളിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ കുഡ് ഹാവ് പ്ലേഡ് കളിക്കാൻ കഴിയുമായിരുന്നു. ആൻഡ് ഹെവി റൈൻ ഓർ വിൻഡ് ഡിസ്റപ്റ്റഡ് ദ സ്റ്റൈൽ ഓഫ് പ്ലേ. അപ്പോൾ കാറ്റോ അല്ലെങ്കിൽ മഴയോ അതുപോലത്തെ എക്സ്റ്റേണൽ സംഗതികൾ അവരുടെ കളിയെ ബാധിച്ചു എന്നർത്ഥം. ഹി കുഡ് ഹാവ് കണ്ടിന്യൂഡ് പ്ലേയിങ് ബട്ട് ദ ഇഞ്ചുറി ഫോഴ്സ്ഡ് ഹിം ഓഫ്. ഓക്കെ, അദ്ദേഹത്തിന് കളി തുടരാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇഞ്ചുറി ഫോഴ്സ്ഡ് ഹിം ഓഫ്, അദ്ദേഹത്തിനെ പുറത്താക്കിലേക്ക് നയിച്ചു ആ ഇഞ്ചുറി എന്നുള്ളത്. ആൻഡ് അവർ ടീം കുഡ് ഹാവ് പെർഫോംഡ് ബെറ്റർ. ഞങ്ങളുടെ ടീമിന് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നു ഇഫ് അവർ കീ പ്ലെയർ ഹാഡ് ബീൻ സസ്പെൻഡഡ്. ഞങ്ങളെ കീ പ്ലെയറിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നന്നായി കളിക്കാൻ കഴിയുമായിരുന്നു. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇഫ് ദ മാച്ച് ഹാഡ് ബീൻ പോസ്റ്റ്പോൺ വി കുഡ് ഹാവ് കെപ്റ്റ് അവർ വിന്നിങ് മൊമെൻറ്റം. മാച്ച് പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആ വിന്നിങ് മൊമെൻറ്റ് ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു. കുഡ് ഹാവ് കെപ്റ്റ് എന്ന് പറഞ്ഞാൽ കീപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നർത്ഥം. കീപ്പ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് കെപ്റ്റ് എന്നുള്ളത്. ഇതിൻ്റെ നെഗറ്റീവ് ഫോമുകൾ വരുമ്പോൾ കുഡിൻ ഹാവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കഴിയുമായിരുന്നില്ല എന്നർത്ഥം വരുന്നു. നോക്കൂ, കുഡിൻ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ദ നെഗറ്റീവ് ഫോം ഈസ് യൂസ് ടു ഷോ ദാറ്റ് സംതിങ് വാസ് ഇമ്പോസിബിൾ ഇൻ ദ പാസ്റ്റ്. അങ്ങനെ പാസ്റ്റിൽ ഇമ്പോസിബിളായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. എക്സ്പ്രസ് ലിമിറ്റേഷൻ ഓർ ഡിഫെൻഡ് ആക്ഷൻസ്, നമ്മളെ ലിമിറ്റേഷനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ നമ്മളെ ആക്ഷൻസിനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഫുട്ബോൾ കോണ്ടെക്സ്റ്റിൽ കുഡിൻ ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ദ ഗോൾ കീപ്പർ കുഡിൻ ഹാവ് സേവ്ഡ് ദാറ്റ് ഷോട്ട്, ഇറ്റ് വാസ് അൺസ്റ്റോപ്പബിൾ. ഗോൾ കീപ്പർക്ക് ആ ഷോട്ടിൽ തടുക്കാൻ കഴിയുമായിരുന്നില്ല, അത് അൺസ്റ്റോപ്പബിൾ ആയ ഒരു കാര്യമായിരുന്നു, കാരണം അത്രയും ഷാർപ്പ് ഷൂട്ടിംഗ് ആയിരുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗോൾ കീപ്പറുടെ പ്രശ്നമല്ല എന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. വി കുഡിൻ ഹാവ് വൺ വിത്ത് സോ മെനി ഇഞ്ചുറീസ് ഇൻ ദ സ്ക്വാഡ്. സ്ക്വാഡിൽ ഇത്ര അധികം ഇഞ്ചുറി ഉണ്ടായിട്ട് നമുക്ക് ജയിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ എക്സ്റ്റേണൽ ഇഷ്യൂസ് നമ്മളെ ബാധിച്ചു എന്നർത്ഥം. വി കുഡിൻ ഹാവ് വൺ, നമുക്ക് ജയിക്കാൻ കഴിയുമായിരുന്നില്ല, കാരണം എല്ലാവർക്കും ഇഞ്ചുറി ആയിരുന്നു എന്നർത്ഥം. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ദ ഗോൾ കീപ്പർ കുഡിൻ ഹാവ് സേവ്ഡ് ദാറ്റ് ഫ്രീ കിക്ക്. ആ ഫ്രീ കിക്ക് ഗോൾ കീപ്പർക്ക് തടയാൻ കഴിയുമായിരുന്നില്ല. കുഡിൻ ഹാവ് സേവ്ഡ്, തടയാൻ കഴിയുമായിരുന്നില്ല. ഓക്കെ, ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി പ്ലേസ്ഡ് ഇൻ ദ ടോപ്പ് കോർണർ. അത് വളരെ പെർഫെക്റ്റായിട്ട് ടോപ്പ് കോർണറിൽ പ്ലേസ് ചെയ്തൊരു ബോളായിരുന്നു, അതുകൊണ്ട് അത് തടയാൻ കഴിയുമായിരുന്നില്ല. ഗോളിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. വി കുഡിൻ ഹാവ് വൺ ദ മാച്ച് വിത്ത് ഓൺലി 10 പ്ലെയേഴ്സ് ആഫ്റ്റർ ദാറ്റ് ഏർലി റെഡ് കാർഡ്. നേരത്തെ കിട്ടിയ റെഡ് കാർഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 10 പ്ലെയറായിട്ട് നമുക്ക് ആ മാച്ച് ജയിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. ഹി കുഡിൻ ഹാവ് അവോയ്ഡഡ് ദാറ്റ് ടാക്കിൾ. അദ്ദേഹത്തിന് ആ ടാക്കിൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. ദ ഡിഫൻഡർ വാസ് ടു ഫാസ്റ്റ്. ഡിഫൻഡർ അത്രയും ഫാസ്റ്റായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ടാക്കിൾ ചെയ്യേണ്ടി വന്നു എന്നർത്ഥം. ദ സ്ട്രൈക്കർ കുഡിൻ ഹാവ് സ്കോർ. സ്ട്രൈക്കർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഫ്രം ദാറ്റ് ആംഗിൾ. ആ ആംഗിളിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇറ്റ് വാസ് ടു ടൈറ്റ്. അത്ര ടൈറ്റായിരുന്നു ആ ആംഗിളിൽ നിന്ന് അർത്ഥം. വി കുഡിൻ ഹാവ് ഡിഫെൻഡഡ് എനി ബെറ്റർ. ഇതിനേക്കാൾ നന്നായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല.
ദ വേർ സിംപ്ലി ദ സ്ട്രോങ്ങർ ടീം. അവർ അത്രയും സ്ട്രോങ് ടീമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇനി അതിൻ്റെ ടോൺ എന്താണ്? അതിൻ്റെ ഫോർമൽ ടോൺ വരുന്നത് used to commentator, analyst or coaches during post match discussion. മാച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഡിസ്കഷനിൽ കമൻറ്റേറ്ററുകൾ അല്ലെങ്കിൽ അനലിസ്റ്റുകൾ അല്ലെങ്കിൽ കോച്ചസ് അവർക്കെല്ലാം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിൻ്റെ ഒരു ടോൺ വരുന്നത്. ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ എക്സാമ്പിൾ നോക്കാം. അതായത് ഫോർമൽ കോണ്ടെക്സ്റ്റിൽ എക്സാമ്പിൾ, ദ സ്ട്രൈക്കർ കുഡ് ഹാവ് മെയ്ഡ് ബെറ്റർ യൂസ് ഓഫ് ദാറ്റ് ക്രോസ്. നല്ല ഒരു ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്നു സ്ട്രൈക്കർക്ക്, പക്ഷേ ചെയ്തില്ല എന്നർത്ഥം. ഇൻഫോർമൽ നോക്കുന്നൊക്കെ യൂസ്ഡ് ബൈ പ്ലെയേഴ്സ് ഓർ ഫാൻസ്, കാഷ്വൽ കോൺവെർസേഷൻ ഓർ ലോക്കർ റൂം ഡിസ്കഷൻ. ഓക്കെ, കളിയൊക്കെ കഴിഞ്ഞു വന്ന് നമ്മൾ ലോക്കർ റൂം ഡിസ്കഷനിൽ കാഷ്വലായിട്ട് കാര്യങ്ങൾ പറയുമല്ലോ. ഐ കുഡ് സ്കോർ ദാറ്റ് ഇഫ് ഐ ഹാഡ് ബീൻ മോർ ഫോക്കസ്. ഞാൻ കുറച്ചും കൂടി ഫോക്കസ് ആയിരുന്നെങ്കിൽ എനിക്കത് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ ഫോക്കസ് ആയിരുന്നില്ല. അപ്പോൾ ലോക്കർ റൂം ഡിസ്കഷനിലൊക്കെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക. ഇനി നമ്മൾ അതിൻ്റെ കീ ഡിഫറൻസസ് ഫ്രം റിലേറ്റഡ് സ്ട്രക്ചർ, ഇതേപോലത്തെ മറ്റ് രണ്ട് സ്ട്രക്ചറും കൂടി ഉണ്ട്, ഷുഡുഫ് എന്നുള്ളതും വുഡുഫ് എന്നുള്ളതും. ഈ രണ്ട് സ്ട്രക്ചറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇതെല്ലാം മോഡൽ പെർഫെക്റ്റുകളാണ്. അപ്പോൾ പറയുന്ന മൂഡിന് അനുസരിച്ചിട്ട് അതിൻ്റെ അർത്ഥവ്യത്യാസങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ അർത്ഥവ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഒന്ന്, കുഡ് ഹാവ് വേഴ്സസ് ഷുഡ് ഹാവ്. കുഡ് ഹാവ് ഫോക്കസ് ഓൺ പോസിബിലിറ്റി ഓർ കാപ്പബിലിറ്റി. ഒന്ന് കുഡ് ഹാവ് എന്നുള്ളത് അതിൻ്റെ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിയാണ്. എക്സാമ്പിൾ, ഹി കുഡ് സ്കോർ ഇഫ് ഹി ഹാഡ് എയിംഡ് ബെറ്റർ. നന്നായി എയിം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. ആ കപ്പാസിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഷുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ ഫോക്കസ്ഡ് ഓൺ ഒബ്ലിഗേഷൻ ഓർ ക്രിറ്റിസിസം, ഒന്നെങ്കിൽ വിമർശിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കടമകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടോ. ഹി ഷുഡ് സ്കോർ ഫ്രം ദാറ്റ് പൊസിഷൻ. അദ്ദേഹം ആ പൊസിഷനിൽ നിന്ന് സ്കോർ ചെയ്യേണ്ടിയിരുന്നു എന്നാണ് അർത്ഥം വരിക. അപ്പോൾ കുഡ് സ്കോർഡ് എന്ന് പറയുമ്പോൾ ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷെ ചെയ്തില്ല. ഷുഡ് സ്കോർഡ് അവൻ അവിടുന്ന് ചെയ്യേണ്ടിയിരുന്നു, ആ ചെയ്യാത്തതിൽ നമ്മൾ വിമർശിക്കുക ആണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു സ്ട്രക്ചറാണ് വുഡ് ഹാവ് എന്നുള്ളത്. കുഡ് ഹാവ് ആൻഡ് വുഡ് ഹാവ് ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. കുഡ് ഹാവ് ഡീൽസ് വിത്ത് പൊട്ടൻഷ്യൽ. എക്സാമ്പിൾ, ദ ടീം കുഡ് ഹാവ് വൺ വിത്ത് ബെറ്റർ ടാക്ടിക്സ്. നല്ല ടാക്ടിക്സ് ഉണ്ടാകേണ്ട ടീമിന് ജയിക്കാൻ കഴിയുമായിരുന്നു. ആൻഡ് വുഡ് ഹാവ് ഡീൽസ് വിത്ത് ഹൈപ്പത്തറ്റിക്കൽ ഔട്ട്കംസ്. ഓക്കെ, ഊഹിച്ചിട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾക്കാണ് വുഡ് ഹാവ് ഉപയോഗിക്കുന്നത്, ചെയ്തേനെ എന്നർത്ഥം. വി വുഡ് ഹാവ് വൺ ഇഫ് ദ റഫറി ഹാഡ് ഇൻ ഡിസ്അലൗഡ് ദ ഗോൾ. ഓക്കെ, ആ ഗോൾ അനുവദിച്ചിരുന്നെങ്കിൽ, രണ്ട് നെഗറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ പോസിറ്റീവ് ആവുന്ന പോലെ. ഓക്കെ, അത് വെച്ചെങ്കിൽ നമുക്ക് ജയിച്ചേനെ, പക്ഷെ അനുവദിച്ചില്ല. അപ്പോൾ ഇത് ഒരു ഹൈപ്പത്തറ്റിക്കൽ അല്ല കണ്ടീഷണൽ സെൻറ്റൻസിൽ പറയുന്നു ഇത് ചെയ്യാൻ കഴിയുമായിരുന്നു, ഇത് ചെയ്തേനെ എന്നർത്ഥത്തിൽ. ഓക്കെ, അതിൻ്റെ കോമൺ പാറ്റേൺസ്, ഒന്ന് കോമൺ സെൻറ്റൻസ് പാറ്റേൺസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് റിഗ്രറ്റ്, നമുക്കൊരു റിഗ്രഷൻ തോന്നുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, കുഡ് ഹാവ് സ്കോർഡ്. ഐ കുഡ് have scored if I had stayed calm in front of the goal. ഞാൻ ശാന്തനായിട്ട് നിലകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ നമ്മളൊരു റിഗ്രഷനാണ്. പിന്നെ രണ്ടാമത് ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴും ചെയ്യാൻ കഴിയുമായിരുന്നു എന്നതിനാണ് അർത്ഥം വരുന്നത്. ഹി കുഡ് ഹാവ് പാസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലോസിങ് ദ ബോൾ. ആ ബോൾ നഷ്ടപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹത്തിന് പാസ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ പാസ് ചെയ്യാതെ വെച്ചുകൊണ്ട് അവനത് നഷ്ടപ്പെടുത്തിയെന്നർത്ഥം. പിന്നെ സ്പെക്കുലേഷനാണ്. ദേ കുഡ് ഹാവ് വൺ ഇഫ് ദെയർ ഡിഫൻസ് ഹാഡ് ബീൻ സ്ട്രോങ്ങർ. അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, അവരുടെ ഡിഫൻസ് സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവർക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. കുഡ് ഹാവ് വൺ. ഓക്കെ, ജയിക്കാൻ കഴിയുമായിരുന്നു അർത്ഥം. പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഗോൾ കീപ്പർ കുഡിൻറ്റ് ഹാവ് ഡൺ എനിത്തിങ് ടു സ്റ്റോപ്പ് ദാറ്റ് ഹെഡർ. ആ ഹെഡർ സ്റ്റോപ്പ് ചെയ്യാൻ ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇനി നമുക്ക് അവസാനമായി കുറച്ച് 10 സെൻറ്റൻസുകൾ നോക്കാം. ഇതാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പല പ്രാവശ്യം ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ സംസാര സമയത്ത് നാവിൻ തുമ്പിലേക്ക് വരണമെങ്കിൽ ഇത് അടുപ്പിച്ച് 10 പ്രാവശ്യം വീതമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പരിശീലിച്ചിരിക്കണം. ദ സ്ട്രൈക്കർ കുഡ് സ്കോർ ദ ഹാട്രിക് ഇഫ് ഹി ഹാഡ് മിസ് ദോസ് ഈസി ചാൻസസ്. ആ ഈസി ചാൻസസ് മിസ്സായിട്ടില്ലായിരുന്നെങ്കിൽ സ്ട്രൈക്കർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. ദ ടീം കുഡ് അവോയ്ഡ് ഡിഫീറ്റ് ഇഫ് ദ ഹാഡ് ബീൻ മോർ ഓർഗനൈസ്ഡ്. അവർ കൂടുതൽ ഓർഗനൈസ്ഡ് ആയിരുന്നെങ്കിൽ ആ പരാജയം അവർക്ക് ഒഴിവാക്കാനുമായിരുന്നു. കുഡ് അവോയ്ഡ് ഡിഫീറ്റ്, പരാജയം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ദാറ്റ് ഫ്രീ കിക്ക് കുഡ് ഗോൺ ഇൻ. ഓക്കെ, ആ ഫ്രീ കിക്ക് ഉള്ളിൽ പോകുമായിരുന്നു. ഇഫ് ഇറ്റ് വാസ് ജസ്റ്റ് ബിറ്റ് ലോവർ, കുറച്ച് താഴ്ന്നിരുന്നെങ്കിൽ അത് ഗോൾ വലയത്തിനുള്ളിൽ പോകാൻ കഴിയുമായിരുന്നു, പക്ഷേ താഴ്ന്നില്ല, അതുകൊണ്ട് പോയില്ല എന്നർത്ഥം. യു കുഡ് ക്ലിയർ ദ ബോൾ ഏർലിയർ ടു അവോയ്ഡ് ദ ഗോൾ. ആ ഗോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുന്നേ തന്നെ ക്ലിയർ ചെയ്യാൻ കഴിയുമായിരുന്നു നിനക്ക്. യു കുഡ് ക്ലിയർഡ്. ഓക്കെ, യു കുഡ് ക്ലിയർഡ്, നിനക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നർത്ഥം. ദ മാച്ച് കുഡ് എൻഡിഡ് ഇൻ എ ഡ്രോ.
ഇഫ് ദ റഫറി ഹാഡ് ഇൻ ഗിവൺ ദാറ്റ് പെനാൽറ്റി. റഫറി ആ പെനാൽറ്റി നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ദ മാച്ച് കുഡ് ഹാവ് എൻഡഡ് ഇൻ ഡ്രോ, സമനിലയിൽ കലാശിക്കുമായിരുന്നു. ഐ കുഡ് ഹാവ് അസിസ്റ്റഡ് യു ഇഫ് യു ഹാഡ് മെയ്ഡ് ദ റൺ. നീ ഓടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ അസിസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. നീ ഓടിയില്ല, അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല എന്നർത്ഥം. ദ കുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് ടു ദ ക്വാർട്ടർ ഫൈനൽ വിത്ത് ബെറ്റർ ഫിനിഷിംഗ്. ബെറ്റർ ഫിനിഷിങ്ങിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ കടന്നില്ല. ഓക്കെ, ദ ക്യാപ്റ്റൻ കുഡ് ഹാവ് ഹാൻഡിൽഡ് ദ സിറ്റുവേഷൻ ബെറ്റർ വിത്ത് ദ റഫറി. റഫറിനായിട്ട് ആ സിറ്റുവേഷൻ നന്നായി ക്യാപ്റ്റന് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല എന്നുള്ള അർത്ഥം. ഹീ കുഡ് ഹാവ് സ്കോർഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾസ് ഓഫ് ദ സീസൺ വിത്ത് ദാറ്റ് വോളി. ഓക്കെ, അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾസ്, നല്ല ഈ സീസണിലെ ഏറ്റവും നല്ല ഗോളായിട്ട് അത് ചെയ്യാമായിരുന്നു ആ വോളിയായിട്ട്, പക്ഷേ അത് ചെയ്തില്ല എന്നർത്ഥം. വി കുഡ് ഹാവ് ഡൺ, നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. മോർ ടു വിൻ, ജയിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. ദെയർ ഗോൾ കീപ്പർ വാസ് ഇൻക്രെഡിബിൾ, പക്ഷേ അവരുടെ ഗോൾ കീപ്പർ വളരെ അടിപൊളി പെർഫോമൻസിലായിരുന്നു. ഇനി ഇത്തരം സെൻറ്റൻസുകൾ ഫ്ലുവൻ്റായിട്ട് ഒന്നുമില്ലാതെ പ്രാക്ടീസ് ചെയ്യുക. ദ സ്ട്രൈക്കർ കുഡ് ഹാവ് സ്കോർഡ് എ ഹാട്രിക് ഇഫ് ഹി ഹാഡിൻറ്റ് മിസ്ഡ് ദാറ്റ് ഈസി ചാൻസസ്. ദ സ്ട്രൈക്കർ കുഡ് ഹാവ് സ്കോർഡ് എ ഹാട്രിക് ഇഫ് ഹി ഹാഡിൻറ്റ് മിസ്ഡ് ദോസ് ഈസി ചാൻസസ്. ദ സ്ട്രൈക്കർ കുഡ് ഹാവ് സ്കോർഡ് എ ഹാട്രിക് ഇഫ് ഹി ഹാഡിൻറ്റ് മിസ്ഡ് ദോസ് ഈസി ചാൻസസ്. അതേപോലെ ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ്. ഇനി അപ്പോൾ ടോട്ടലി ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഒരു ഫുട്ബോൾ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് കുഡ് ഹാവ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഇത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളത്. ഇത് ലോക്കർ റൂം ഡിസ്കഷനിൽ കളിക്കാർക്ക് പരസ്പരം മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസുകളെക്കുറിച്ച് പറയാൻ പറ്റും. ഒപ്പം തന്നെ കമാൻഡറി പറയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മിസ്സായ ഓപ്പർച്യൂണിറ്റി പറയാൻ പറ്റും. കോച്ചാണെങ്കിൽ അത് അനലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഫുട്ബോൾ മാച്ചുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം പറയാൻ കഴിയും. അപ്പോൾ കുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതേപോലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.